ഇസ്രായേലുമായി സംഘർഷങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ ഇസ്രായേലിന്റെ പിറകിൽ അമേരിക്കയുണ്ട്. എന്നാൽ ഇറാന്റെ പിറകിൽ ആരാണുള്ളത് എന്ന ചോദ്യങ്ങൾക്ക് ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് റഷ്യയാണ് എന്നുള്ളതാണ്. പക്ഷേ റഷ്യക്ക് ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ വരാൻ സമയമില്ല. കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തിരക്കിലാണ്. പോരാത്തതിന് റഷ്യയെ വലിയ ഉപരോധങ്ങൾ കൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വീർപ്പ് മുട്ടിക്കുന്നുമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ആ സമയത്ത് നമ്മൾ വായിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനായി വലിയ രീതിയിലുള്ള ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. അതായത് തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ പിന്നിൽ ഇറാൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കണം, തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനോട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞതാണ് ട്രംപ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിന് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വിമാനം കിട്ടിയിരിക്കുന്നു. ഇറാനിൽ നമുക്കറിയാം ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് വ്യോമാക്രമണമായിരുന്നു. ഈ കാലത്ത് വ്യോമാക്രമണമാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആക്രമണ ശൈലി. കരവഴി യുദ്ധം ചെയ്ത് അകത്തേക്ക് കയറുന്നതിനേക്കാളും ആകാശമാർഗം വന്ന് 2 ബോംബോ മിസൈലോ ഇട്ടിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ സകലവും തകർത്തിട്ട് പോകുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ കാലത്ത്. അതുകൊണ്ടാണ് ഇന്ത്യ ബലാക്കോട്ട് ആക്രമണമൊക്കെ ഇത്തരത്തിൽ നടത്തിയത്, അതായത് വിമാനമാർഗമുള്ള ആക്രമണം നടത്തിയത്. അതുപോലെ ഇസ്രായേൽ ഇറാനിലേക്ക് വന്ന് ആക്രമണം നടത്തി തിരിച്ചുപോയി. എന്നാൽ ഇറാന്റെ വ്യോമാക്രമണം ശേഷി നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. വ്യോമസേന തന്നെ വളരെ പരിതാപകരമായി കിടക്കുകയാണ്. ആ ഇറാന് ശക്തി പകരാൻ ഇപ്പോൾ റഷ്യ അവരുടെ ഒരു വജ്രായുധം തന്നെ ഇറാന് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സുഖോയ് 35 യുദ്ധവിമാനങ്ങൾ ഇറാന് നൽകിയിരിക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെ ഈ വിമാനങ്ങളെങ്ങാനും കൊണ്ട് ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും പറന്നെത്തുമോ എന്നുള്ള ഒരു ഭയം അമേരിക്കയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാണ് ഇപ്പോൾ പല നയതന്ത്ര വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ടെഹ്റാനെയും മോസ്കോയുമായുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക ബന്ധങ്ങളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ടെഹ്റാനും മോസ്കോയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം നടന്നപ്പോഴെല്ലാം ഇറാന്റെ കയ്യിൽ നിന്നുമാണ് മിസൈൽ റഷ്യ വാങ്ങിച്ചിരുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റഷ്യയുടെ കയ്യിൽ ആയുധങ്ങൾ തീർന്നു പോയോ എന്നുള്ളത്. അങ്ങനെയല്ല. റഷ്യ യഥാർത്ഥത്തിൽ യുക്രൈൻ യുദ്ധത്തിൽ അവരുടെ 100% ആയുധങ്ങൾ പോലും പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. യുക്രൈനെ അവർക്ക് നേരിടാൻ ചെറിയ ആയുധശേഷി മാത്രം മതിയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ മാരകായുധങ്ങളൊന്നും തന്നെ റഷ്യ എടുത്തിട്ടില്ല. എന്നാൽ റഷ്യയുടെ ആയുധങ്ങൾ തീർന്നു പോകുന്നു അല്ലെങ്കിൽ പോയി എന്ന് പറയുന്നവർ ഏറ്റവും വലിയ മണ്ടന്മാരാണ് എന്ന് പല നയതന്ത്ര വിദഗ്ധന്മാരും പറഞ്ഞിട്ടുണ്ട്. റഷ്യയെക്കുറിച്ച് അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നാറ്റോയെ വരെ നേരിടാനുള്ള ആയുധ സൈനിക ശേഷി റഷ്യയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. ആ റഷ്യയുടെ സുഖോയ് 35 വിമാനങ്ങൾ ഇറാന് കൊടുത്തിരിക്കുകയാണ്. ഇറാൻ അത് എത്ര വിമാനങ്ങൾ വാങ്ങിച്ചെന്നോ എങ്ങനെയാണ് അതിൻ്റെ ടെക്നോളജി എന്നോ അതിലിനി വേറെ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ ഒരു കാര്യങ്ങളും തന്നെ ഇറാൻ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതും ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിഷയമായി മാറുന്നുണ്ട്. എന്തായാലും ഇറാൻ ഈ വിമാനം വാങ്ങിച്ചതിന് പിന്നാലെ ആണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നത്. എനിക്കെന്തെങ്കിലും അല്ലെങ്കിൽ ഈ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണ ശ്രമങ്ങൾ നടന്നാൽ അതിന് പിന്നിൽ ഇറാനായിരിക്കും, ഉടനെ തന്നെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുകൊള്ളുക എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.